എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹരി രോഹിത്തിനെ വിളിക്കുവാണ്. രോഹിത്ത് പുറത്തായിരുന്നേ. വിളിച്ചിട്ട് ശരണ്യയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അവൾ നാളെ വരും എന്നാണ് പറഞ്ഞത്, നീയും വരണം എന്നൊക്കെ പറയുമ്പം, എടാ അവൾ വരുമോ, ആകെ പ്രശ്നമാകുമോ, നീ അവൾ വന്നാൽ തന്നെ നീ പറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം, ഏതെങ്കിലും പെണ്ണുങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം സമ്മതിച്ചു തരുമോ, അതൊന്നുമില്ല, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് പിന്നീട് വൈകിട്ടുള്ള മീറ്റിങ്ങിൽ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നു. അതിനുശേഷം ഹരി ഫോണിൽ ശരണ്യയുടെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് സൂം ചെയ്തൊക്കെ നോക്കി ഇങ്ങനെ വെള്ളവർക്കിരിക്കുകയാണ് അവന്. പിന്നീട് ബബിതയെ കാണിക്കുന്നുണ്ട്. രാവിലെ തന്നെ ബാലേന്ദ്രനെ ഇറങ്ങി വന്നിട്ട് ബബിതയോട് പറയും, നമുക്ക് രണ്ടുപേർ കൂടി ഒന്ന് പുറത്ത് പോകാം, നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ എന്ന് പറയും. അന്നേരം എന്തിനാ അച്ഛാ ഇവിടെ പോകാനാ എന്ന് ചോദിക്കുമ്പോൾ, നീ കൂടെ വാ, പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം, കാറിനല്ലേ പോകുന്നത് എന്ന് പറയുമ്പം, എന്നാൽ ഞാനും വരാം, ഞാൻ പോയി ഡ്രസ്സ് ചെയ്ത് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം, പെട്ടെന്ന് വരികയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, പെട്ടെന്ന് വരും, നീ പോയിട്ട് പോരെ, ഞാൻ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് അങ്ങ് വന്നേക്കണം എന്ന് പറയും. വന്നേക്കാമെന്നും പറയുന്നു. അങ്ങനെ ബബിത റെഡിയാകാനായിട്ട് അങ്ങ് പോയി കഴിയുമ്പം കൃഷ്ണമോൾ വന്നിട്ട് ചോദിക്കും, അച്ഛനെ എവിടെ പോവാ, ബബിത ചേച്ചിയും കൂട്ടി കൂടെ എവിടെ പോവാ എന്ന് ചോദിക്കുമ്പം, ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവാ എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ, അതെന്താ അച്ഛാ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ എന്നെയും വിളിക്കാത്തത് എന്ന് ചോദിക്കുമ്പം, എടി ഇത് അങ്ങനെയുള്ള ഒരു ഷോപ്പിംഗ് അല്ല, അലീനയുടെ ഡ്രസ്സെല്ലാം അവൾ ചീത്തയാക്കി കളഞ്ഞില്ലേ, അതിന് പകരം അവളെ കൊണ്ട് തന്നെ അലീനയ്ക്ക് 2-3 ഡ്രസ്സ് ലഭിക്കാനാണ് എന്ന് പറയുമ്പം, ഇതൊക്കെ വർക്കൗട്ട് ആവുമോ എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് നോക്കാന്നേ എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. ഏതായാലും അവർ പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഹരിയെയാണ്. ഹരി ശരണ്യെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. രണ്ടുപേരുടെ ഒരു കൂൾ ബാറിൽ കയറിയെന്ന് ഷേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ഹരി ഈ വിവരം ശരണ്യോട് പറയുന്നുണ്ട്. ഇതൊരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് രണ്ടുപേർ കൂടെ പോകണം എന്നൊക്കെ പറയുമ്പോൾ, അതിൻ്റെ ആവശ്യം ഉണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് എൻ്റെ കൂടെ ഒന്ന് വന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കും. അന്നേരം ശരണ്യ പറയുന്നുണ്ട്, ബർത്ത്ഡേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ട് പോകണ്ടേ എന്ന്. അന്നേരം ഗിഫ്റ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റു, നീ ഒന്ന് വന്നാൽ മതി എന്ന് പറയുമ്പോൾ, കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഇങ്ങനെ ഒരു ടെൻഷനാണ്, എടാ വന്നോ കുഴപ്പമാകുമോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം എന്ത് കുഴപ്പമാകാനാണ്, അവൻ്റെ വീട്ടിൽ അവൻ്റെ പെങ്ങളും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, അവിടേക്ക് പോയി എന്നോർത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നു, ബർത്ത്ഡേ ഫംഗ്ഷന് പങ്കെടുക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോരുന്നു, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശരണ്യ കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട്, എങ്കിൽ ഞാൻ വരാം, പക്ഷേ 4 മണിയാകുമ്പോഴത്തേക്കും നീ എന്നെ തിരിച്ചു കൊണ്ടുവരണം കേട്ടോ എന്ന് പറയുക. അന്നേരം അതൊക്കെ ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവിട്ടിരിക്കും, അങ്ങനെ കൊണ്ടുവിട്ടില്ലെങ്കിൽ എന്നെ വെട്ടിക്കണ്ടിച്ച് നിൻ്റെ പട്ടിക്കിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുമ്പോൾ, ഒരുപാടങ്ങ് തള്ളല്ലേ, ചില സമയത്ത് തള്ളി ഇത്തിരി കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശരണ്യ. ഏതായാലും ശരണ്യ വരാം എന്ന് പറഞ്ഞപ്പം അവൻ്റെ പകുതി പ്ലാൻ വിജയിച്ച സന്തോഷത്തിൽ ഒരു കുറുക്കനെ പോലെ ശരണ്യ നോക്കുന്നുണ്ട്. അത് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, മറ്റേ ആത്മാർത്ഥമായ സ്നേഹമാണല്ലോ, അതുകൊണ്ട് ആ രീതിയിലൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ ബാലേന്ദ്രനെയും ബബിതയാണ് കാണിക്കുന്നത്. രണ്ടുപേരോട് തിരിച്ചു വരുന്നു. 2-3 ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അകത്ത് കയറി കഴിയുമ്പോൾ ബാലേന്ദ്രൻ ബബിതയോട് പറയും, ഈ ഡ്രസ്സൊക്കെ നീ തന്നെ അലീനയ്ക്ക് കൊടുത്തേരെ, അവളുടെ ഡ്രസ്സൊക്കെ കണ്ടിച്ച് കളയുമ്പോൾ നിൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം ദേഷ്യമായിരുന്നു എന്ന് പറയുമ്പം, ഇത് കൊടുക്കുന്നതോടുകൂടി ആ ദേഷ്യമൊക്കെ അങ്ങ് മാറ്റിയേക്കണം എന്ന് പറയുക. അന്നേരം ബബിത പറയുന്നുണ്ട്, ഇത് കൊടുത്താലൊന്നും എൻ്റെ ദേഷ്യം മാറിയല്ല എന്ന്. അന്നേരം ബാലേന്ദ്രന് ദേഷ്യം വരും. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, ഞാൻ ഈ കുടുംബ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടു നടക്കുന്നത് നിങ്ങളെയൊക്കെ ഓർത്തിട്ടാണ്, ഇതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് ഇപ്പോൾ വീടും പൂട്ടി എല്ലാത്തിനെയും വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകും, അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യിക്കരുത്, വീണ് കിടന്നിടത്ത് നിന്ന് പിടിച്ചെഴുന്നേക്കാൻ ഞാൻ ശ്രമിക്കുവാണ്, അന്നേരമാണ് ഇവളുടെയൊക്കെ ഓരോ പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങോ തിരിച്ചു വരുന്ന ഉടനെ തന്നെ ആ ഡിവോഴ്സ് അങ്ങ് ശരിയായി കിട്ടും, ആ കൂടെ പോയി അങ്ങ് സുഖിക്കാൻ വേണ്ടിയിരിക്കുമല്ലേ, ഇതെല്ലാം കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അവൾ പോയി പൊത്തിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നോക്കാൻ ഞാനുണ്ട്, നിനക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചാൽ ആര് നോക്കൂടി എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് ബാലേന്ദ്രൻ കയറി പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ടും അവൾക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ല. എന്തെങ്കിലും അങ്ങോട്ട് അലീനയും വരുവേ, അലീനയ്ക്ക് നേരിട്ട് കൊടുക്കാൻ മടി ബബിതയ്ക്ക്. അതുകൊണ്ട് ബബിത നേരെ കൃഷ്ണമോളെ വിളിക്കും. എന്നിട്ട് കൃഷ്ണമോളോട് പറയും, കൃഷ്ണമോളുടെ കയ്യിലേക്ക് ആ ഡ്രസ്സ് കൊടുക്കും. കൃഷ്ണമോൾ ഓർക്കും അവൾക്കൂടെ ഉണ്ടെന്ന് ഓർത്തിങ്ങനെ ഹായ് ഡ്രസ്സ് എന്ന് പറഞ്ഞ് നോക്കുക. അന്നേരം അത് നിനക്കുള്ളതല്ല, അവൾക്ക് വേണ്ടി അച്ഛൻ സെലക്ട് ചെയ്താൽ നീ തന്നെ അങ്ങ് കൊടുത്തേരെ എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ ചോദിക്കും, ഇത് ഞാൻ കൊടുക്കണോ, ചേച്ചി കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ, അത്രയ്ക്ക് അങ്ങ് നല്ലതാക്കണ്ട, നീ അങ്ങ് കൊടുത്താൽ മതി, വേണമെങ്കിൽ നീ അതിൽ നിന്ന് 1-2 എണ്ണം വേണേൽ എടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങ് പോകുന്നു. ബബിതയ്ക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഏതായാലും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് പഠിക്കാൻ നിൽക്കുവാണ് മോള് എന്ന്. അത് തന്നെയാണ് ബബിതയുടെ അവസ്ഥ. പിന്നെയും കാണിക്കുന്ന ബാലേന്ദ്രനെ തന്നെയാണ്. ഏതായാലും ബബിതയെ കൊണ്ട് ഡ്രസ്സൊക്കെ മേടിപ്പിച്ചതിന് ശേഷം വീട്ടിൽ തന്നെയുണ്ട് ബാലേന്ദ്രൻ. ഷോപ്പിൽ നിന്ന് എന്തോ ആവശ്യത്തിന് വിളിക്കുമ്പോൾ, ഇന്ന് ഞാൻ വരുന്നില്ല, നാളെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരിക്കുമ്പോഴേക്കും അലീന ചായയൊക്കെ ആയിട്ട് ചെല്ലും. അന്നേരം ചായ കൊടുത്തിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ നിനക്ക് എന്ന്. അന്നേരം ഇഷ്ടപ്പെട്ടു, അച്ഛൻ്റെ സെലക്ഷനാണോ എന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ എന്നിങ്ങനെ പറയും. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കും, ബബിത തന്നെയല്ലേ നിൻ്റെ കയ്യിൽ കൊണ്ടു തന്നത് എന്ന്. അന്നേരം അല്ല, ബബിതയല്ല എൻ്റെ കയ്യിൽ കൊണ്ടു തന്നത്, കൃഷ്ണമോളാണ് എന്ന് പറയുമ്പോൾ, അവളോട് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്, അവളോട്
അവളോട് തന്നെ കൊടുക്കണം എന്നാലോ പറഞ്ഞത്, എന്നിട്ട് അവൾ അത് അനുസരിച്ചില്ല അല്ലേ എന്നിങ്ങനെ ഇത്തിരി ദേഷ്യത്തോടെ പറയുമ്പം അതൊന്നും സാരമില്ല ചാച്ചൻ, വലിയ കാര്യമാക്കണ്ട, അവളെ കൊണ്ട് ഇപ്പോൾ പോയി ഡ്രസ്സ് എടുപ്പിക്കണ്ടായിരുന്നു, അത് അവൾക്ക് ഒരു ശിക്ഷ കൊടുത്ത പോലെ തോന്നും, അതുകൊണ്ട് തന്നെ എന്നോടുള്ള ദേഷ്യം പിന്നെയും കൂടത്തേ ഉള്ളൂ, അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കണം, അത് അവൾ ശിക്ഷയായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവൾ എന്നെ അനുസരിച്ചില്ല, നീ അവളെ ഒന്ന് വിളിച്ച് എന്താ കാര്യം എന്ന് ഞാൻ ചോദിക്കട്ടെ എന്നിങ്ങനെ പറയുക. അന്നേരം അലീന പറയുന്നുണ്ട് അച്ഛാ ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല, അത് ആ വഴിക്കങ്ങ് പോട്ടെ, പയ്യെ എന്നോടുള്ള ദേഷ്യം കുറയണം, അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ദേഷ്യം കൂടത്തേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രനെ പിന്നെയും അങ്ങ് ദേഷ്യം വരുവാണേ, അവൾ അനുസരിച്ചില്ലല്ലോ എന്നോർത്ത്. അന്നേരം അലീന പിന്നെയും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും അച്ഛൻ വാശി പിടിക്കാൻ നിൽക്കണ്ട, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, നേരെ ഓപ്പോസിറ്റ് ഫലമേ ഉണ്ടാവുള്ളൂ, പക്ഷേ അവൾ ഇവിടുന്ന് പോകുന്നത് അച്ഛൻ ശ്രദ്ധിക്കണം, അവളുടെ പോക്കുവരവുകൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. എന്നാൽ അലീന പറയുന്നുണ്ട് അവൾ ഇവിടുന്ന് കോളേജിലോട്ട് ഇറങ്ങുമ്പോൾ അവൾ കോളേജിൽ ചെല്ലുന്നുണ്ടോ, വേറെ എവിടെയിലേക്കുമാണോ പോകുന്നത് എന്നൊക്കെ ഒന്ന് അച്ഛൻ അന്വേഷിക്കണം, അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അവളങ്ങ് പോകും എന്ന് പറയുന്നതേക്കും പോകുമെന്നോ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ആകെ ടെൻഷനാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അച്ഛൻ ടെൻഷനാകണ്ട, ഞാനൊന്ന് സൂചിപ്പിച്ച് വെച്ചെന്നേ ഉള്ളൂ എന്ന്. ബാലേന്ദ്രൻ ആകെ വിഷമമായി ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ്. പിന്നീട് രോഹിത്തിനെ കാണിക്കുന്നു. രോഹിത്ത് ഹരിയുടെ അടുത്തോട്ട് ചെന്നതാണ്. അവിടെ ചെന്ന് അവൻ്റെ റൂമിൽ കയറിയിരുന്ന് പിന്നെയും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ശരണ്യെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ പറയുമ്പം രോഹിത്തിനാകെ ഒരു വിഷമവും ടെൻഷനൊക്കെ ഉണ്ട്. എന്താണെങ്കിലും രോഹിത്ത് എൻ്റെ കൂടെ പറയുന്നുണ്ട് നീ അവളെ ചതിച്ചാണോ കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നത്, അവിടെ വന്നു കഴിയുമ്പം ഇതിനൊന്നും അവൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ബലം പ്രയോഗിക്കാനൊന്നും നിന്നേക്കരുത്, വിട്ടേക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ രോഹിത്ത്. അന്നേരവും ഹരി പറയുന്നത് പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമല്ല, പിന്നെ നീ വിചാരിക്കുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും അല്ല ഞാൻ ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്, ഞാൻ അവളെയും കൊണ്ട് അവിടെ ചെല്ലുന്നു, ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പം കുറച്ച് അയൽവക്കംകാർ അല്ലെങ്കിൽ അവിടുത്തെ പരിസരവാസികൾ എന്ന നിലയിൽ കുറച്ച് പേര് വരുന്നു, അവർ സദാചാരം പോലീസ് എന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും, ആകെ ടെൻഷനാകും, അപ്പോൾ ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളുടെ വീട്ടിൽ അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആകെ കരഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അവരുടെ ഡിമാൻഡ് വയ്ക്കും, അതായത് അവളെ അവരെല്ലാവരോടും യൂസ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ പുറത്തറിയിക്കത്തില്ല അല്ലെങ്കിൽ പുറത്തറിയിക്കും എന്ന് പറയും എന്നുള്ള രീതിയിലാണ് ഹരി സംസാരിക്കുന്നത്. അപ്പം അത് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, അങ്ങനെ കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറയുമ്പം രോഹിത് പിന്നെയും ചോദിക്കുന്നുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അത് നിൻ്റെ ചതിയായിരുന്നു എന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകില്ലേ, അവൾക്ക് ഇതെല്ലാം കഴിയുമ്പം കാര്യങ്ങൾ മനസ്സിലാവില്ലേ, അപ്പം അവൾ വേറെ ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പം ഹരി പറയുന്നുണ്ട് അതിനാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെക്കുന്നത്, അത് കാണിച്ചു കഴിയുമ്പോൾ അവളങ്ങ് ഒതുങ്ങിക്കോളും, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവളെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുക്കും, ഗോൾഡ് കൊടുക്കും, അങ്ങനെ അവളെ പിന്നെയും കൂടെ തന്നെ നിർത്തും, കളഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, പിന്നെ അവളെ കൊണ്ടുവരുന്നത് ഞാനായതുകൊണ്ട് കൂടുതൽ റിസ്ക് എനിക്കാണ്, അങ്ങനെയുള്ള റിസ്ക് ഞാൻ തന്നെ ഏറ്റെടുത്തോളാം എന്നൊക്കെ ഹരി പറയുന്നുണ്ട്. അപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുന്ന രോഹിത്തിന് പിന്നെയും ടെൻഷനാണ്. അന്നേരം ഹരി അവസാന ആയുധം എന്നുള്ള രീതിയിൽ എടുത്തങ്ങിടുവാണ്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണ്, ഞങ്ങൾക്ക് വേറെ ആർക്കും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതായത് അവന്മാർ ഇതിനു മുമ്പും പല തെമ്മാടിത്തരവും കാണിച്ചിട്ടുണ്ട്, ഇതുവരെ ഒന്നും ചെയ്യാത്തത് രോഹിത്താണ്, അതുകൊണ്ട് രോഹിത്തിന് വേണ്ടിയാണ് അവർ ഇത്രയും റിസ്ക് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. രോഹിത്ത് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കുവാണ്. അവൻ ഈ കള്ളത്തരമൊന്നും ഒറ്റയടിക്കങ്ങ് മനസ്സിലാകുന്നില്ലെന്നൊന്നും പകുതി ബാലേന്ദ്രൻ്റെ ബുദ്ധിയായി പോയി. പിന്നീട് വീട്ടിലെ എല്ലാവരുടെ ബാലേന്ദ്രനും 2 മക്കളും അലീനയും എല്ലാവരോടും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം കൃഷ്ണമോള് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛാ രോഹിത്തേട്ടനെ ഇത്തിരി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാട്ടോ, എന്നും വൈകിട്ട് താമസിച്ചാണ് വരുന്നത് എന്നിങ്ങനെ പറയും. അന്നേരം ബാലേന്ദ്രൻ അവൻ ടർഫിൽ കളിക്കാൻ പോകുന്നതല്ലേ, അല്ലാതെ വേറെ ഒന്നിനും അല്ലല്ലോ എന്ന് ബാലേന്ദ്രൻ പറയുമ്പം അവിടെ പോകുന്നുണ്ടോ എന്നൊക്കെ അച്ഛനൊന്ന് അന്വേഷിക്കണമെന്ന് പറയുവാണേ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നിങ്ങളുടെ പുറകെ അന്വേഷിച്ച് നടക്കാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കണം നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം രോഹിത്തിനെ കുറ്റപ്പെടുത്തുന്നു എന്ന് മനസ്സിലാവുന്നതേക്കും ബബിത പറയും അങ്ങനെ രോഹിയേട്ടന് പ്രശ്നങ്ങളൊന്നുമില്ല, രോഹിയേട്ടൻ ടർഫിൽ കളിക്കാൻ പോകുന്നതാണ്, അവിടെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നിനക്കറിയത്തില്ലല്ലോ, പിന്നെ ഇതിനെ നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയും ഓ ഇപ്പം ഞാൻ പറഞ്ഞതാണോ കുറ്റം, ചേച്ചിയും കണ്ടതല്ലേ ഒരു ദിവസം രോഹിയേട്ടൻ കുടിച്ചിട്ട് കയറി വന്നത് എന്ന് ചോദിക്കും. അന്നേരം കുടിച്ചിട്ട് വന്നോ എന്ന് ചോദിക്കുവാണ് ബാലേന്ദ്രൻ അന്നേരമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അന്നേരം അതൊരു ദിവസമല്ലേ എന്ന് ചോദിക്കും ബബിത. അന്നേരം ഒരു ദിവസം കുടിച്ചാൽ കുഴപ്പമില്ലേ, പിന്നീട് കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിനക്കറിയാവോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പം ഇല്ല രോഹിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യുകയില്ല, രോഹിയേട്ടൻ ഒരു കുടിയനല്ല എന്നിങ്ങനെ പറയുക. അന്നേരം ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുവാണ് 21 വയസ്സാകുന്നതേ ഉള്ളൂ, എഞ്ചിനീയറിങ്ങിന് ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു ചെറുക്കൻ്റെ കാര്യമാണ് നീ സംസാരിക്കുന്നത്, കുടിയൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നിനക്കറിയാവോ എന്ന് ചോദിക്കും. അന്നേരം അവൾ പറയും എല്ലാ ദിവസവും ലിക്കർ ഉപയോഗിക്കുന്നവരെയാണ് അങ്ങനെ പറയുന്നത് എന്ന്. അപ്പം അങ്ങനെയല്ല എന്നാണോ നീ പറഞ്ഞു വയ്ക്കുന്നത്, അങ്ങനെയാണോ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്, നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ
തന്നെ മനസ്സുകൊണ്ട് അത് തീരുമാനിക്കണം. അല്ലാതെ ആർക്കും പുറകെ വന്ന് ഓരോന്ന് ചെയ്തു തരാൻ പറ്റത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഉപദേശിക്കുന്നൊക്കെയുണ്ട് ബാലേന്ദ്രൻ. അങ്ങനെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഏതായാലും അത് കഴിഞ്ഞ് പ്രൊമോയിൽ നമ്മുടെ രോഹിത്ത് വരുന്നുണ്ട്. രോഹിത്തിനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ കുടിക്കാറുണ്ടോ എന്നൊക്കെ. അവൻ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് റൂമിലേക്ക് പോയി കാണുമായിരിക്കും. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിൻ്റെ റൂമിലൊക്കെ കയറി ഒന്ന് നോക്കും. അന്നേരം അവിടെ ഒരു ഗ്ലാസ് ഒക്കെ ഇരിപ്പുണ്ടേ. അന്നേരം നീ ക്ലാസ്സിൽ കറക്റ്റായിട്ട് പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പം ആ ഉണ്ട് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അധ്യാപകർ പഠിപ്പിക്കുന്ന ക്ലാസ്സിലാണ് നീ എന്നും പോകുന്നതെങ്കിൽ നന്നാവും, അതല്ല എങ്കിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് രോഹിത്തിനോട്, നീ ഹരിയുടെ കൂട്ടുകെട്ട് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അവനുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ നിന്നെ അവൻ ഏതെങ്കിലും ഒരു ജയിലിൽ കൊണ്ട് കയറ്റും എന്നിങ്ങനെ പറയുവാണ്. അവനത് മനസ്സിലായോ എന്നറിയില്ല. ഏതായാലും അതിനുശേഷം ഹരിയെ കാണിക്കുന്നുണ്ട്. ഹരി കൂട്ടുകാരോട് പറയുവാണ്, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഞാൻ വളരെ മൈന്യൂട്ടായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് പോലും ഒരു വീഴ്ച വരുത്തിയേക്കരുത് എന്നൊക്കെ കൂട്ടുകാരോട് പറയുന്നു. അങ്ങനെ ശരണ്യെ കൂട്ടിക്കൊണ്ടുവന്ന് അവളെ നശിപ്പിക്കാൻ തന്നെയാണ് അവന്മാരുടെ ഉദ്ദേശം. എന്തായാലും ഇത്രയൊക്കെ ചർച്ച ചെയ്ത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.